5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. മീനമാസത്തിലെ സൂര്യൻ ഉച്ചസ്ഥായിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുംഭം വന്നാൽ കടൽ വറ്റും, കുംഭച്ചൂട് കടൽ വറ്റിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അതെല്ലാം കഴിഞ്ഞു, മീനമാസത്തിലേക്ക് എത്തി. ശരാശരിയിൽ കൂടുതൽ 33 ഡിഗ്രിയിൽ കൂടുതൽ ചൂടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പല ജില്ലകളും. ഒറ്റപ്പെട്ട മഴകൾ ഉണ്ടാകുന്നു, അത് ഒരു വിഷയം. പക്ഷേ വളരെ ഗൗരവമായി ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു. കേരളത്തെ പോലുള്ള പ്രദേശത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ചൂട് കൂടുന്നതിനേക്കാൾ പ്രധാനം ഹ്യൂമിഡിറ്റി, ആർദ്രത കൂടുതലാണ്. അപ്പോൾ നമുക്ക് വിയർക്കുവാനും ക്ഷീണിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് മനുഷ്യർക്ക്, മൃഗങ്ങൾക്കും ജന്തുക്കൾക്കും എല്ലാം വരുന്ന ഒരു പ്രതിസന്ധിയാണിത്. ഹ്യൂമിഡിറ്റി ഇവിടെ വളരെ കൂടുതലാണ്. അപ്പോൾ അതികഠിനമായ ചൂടിന്റെ 2-3 മാസമാണ് ഇനി വരാൻ. രണ്ടര മാസത്തോളം ഇനി നമ്മുടെ മുന്നിലുണ്ട്. വളരെ ഗൗരവമായി വെള്ളത്തെ അച്ചടക്കത്തോടുകൂടി വിനിയോഗിക്കണം. ഒരു ജലസ്രോതസ് പോലും മലിനപ്പെടുത്തരുത്. നമ്മുടെ കുളങ്ങളും കിണറുകളും നദികളും പുഴകളും എല്ലാം മലിനരഹിതമായി സൂക്ഷിക്കേണ്ട കാലമാണ് ഇനി മുന്നിലോട്ടുള്ളത്. ഒരു സെക്കൻഡിൽ ഒരു തുള്ളി വെള്ളം നഷ്ടപ്പെടുത്തിയാൽ 44 ലിറ്റർ വെള്ളമാണ് ഒരു വർഷം പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അടുക്കളയിൽ തുടങ്ങി സകല സ്ഥലങ്ങൾ, ബാത്റൂമിലായാലും വാഷ് ബേസിന്റെ അടുത്തലായാലും സിങ്കിലായാലും നമ്മുടെ വീട്ടിലായാലും ഗാർഡൻ നനയ്ക്കുന്നതായാലും കാറ് കഴുകുന്നതായാലും ഏത് വിഷയം എടുത്താലും അവിടെ എല്ലാം കൃത്യമായ വെള്ളത്തിന്റെ അച്ചടക്കത്തിലെ വിനിയോഗം നമുക്ക് ആവശ്യമാണ്. ഉപ്പുവെള്ളം കരയിലേക്കും നദികളിലേക്കും കയറാൻ സാധ്യതയുള്ള കാലമാണ്. കേരളത്തിൽ വാട്ടർ അതോറിറ്റിയുടെ എല്ലാ വാട്ടർ സപ്ലൈയും, വാട്ടർ സപ്ലൈ മുഴുവൻ നദികളെ ആശ്രയിച്ചിട്ടാണ്. ഉപരിതല ജലസ്രോതസ്സായ നദികളെ ആശ്രയിച്ചിട്ടാണ്. നദികളിലേക്ക് ഉപ്പുവെള്ളം കരയിലോട്ട് കയറുന്നത് കൊണ്ടും നദീതടങ്ങളിലും നദീതീരങ്ങളിലും കിണറുകളിലും കുളങ്ങളിലും ഒക്കെ ഇരുമ്പിന്റെ അംശം കൂടുന്നത് കൊണ്ട് പലപ്പോഴും പമ്പ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതി വാട്ടർ അതോറിറ്റിക്ക് വരാറുണ്ട് എല്ലാ വേനൽക്കാലങ്ങളിലും. അതിപ്പോഴും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങി. കിണറുകൾ വറ്റി തുടങ്ങി, കുളങ്ങൾ വറ്റി തുടങ്ങി. അപ്പൊ ജലമലിനീകരണം വലിയൊരു വിഷയമാണ്. ഉപ്പുവെള്ളത്തിന്റെയും ഇരുമ്പിന്റെയും അംശം വെള്ളത്തിൽ കലരുന്നതൊരു വിഷയമാണ്. അതുപോലെ പ്രധാനപ്പെട്ട വിഷയമാണ് വെള്ളത്തിന്റെ ലഭ്യതയിലുള്ള കുറവ്. അതുകൊണ്ട് തന്നെ അച്ചടക്കത്തോടുള്ള ജലവിനിയോഗം അത്യാവശ്യമാണ്. അതേപോലെ തന്നെ പ്രാധാന്യമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മഴകൾ ലഭിക്കുന്നുണ്ട്. നമുക്ക് 1000 ചതുരശ്രടി വിസ്തീർണമുള്ള പുരപ്പുറത്ത് 3 ലക്ഷം മുതൽ 5 ലക്ഷം ലിറ്റർ വരെ മഴവെള്ളമാണ് ഒരു വർഷം പെയ്തു വീഴുന്നത്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും പുരപ്പുറത്ത് വീഴുന്ന വെള്ളത്തെ ഏറ്റവും നല്ല രീതിയിൽ ശുദ്ധീകരിച്ച് നമുക്ക് കിണറുകളിലേക്ക് കടത്തിവിടാം, കിണർ നിറ നടത്താം, കിണർ റീചാർജ് ചെയ്യാം, മഴവെള്ള സംഭരണികൾ നിർമ്മിക്കാം, മഴക്കുഴികളും കല്ലുകയാലുകളും പോലുള്ളവയൊക്കെ തീർത്ത് മണ്ണിന്റെ വിവിധ രൂപത്തിൽ വെള്ളത്തെ നമുക്ക് മണ്ണിലേക്ക് താഴ്ത്താം, ഭൂഗർഭത്തിലേക്ക് കടത്തിവിടാം. ഏറ്റവും വലിയ ജലസംഭരണി, ജലസ്രോതസ് എന്ന് പറയുന്നത് മണ്ണിൽ കരുതുന്ന വെള്ളമാണ്. കോടാനുകോടി ലിറ്റർ മഴവെള്ളമാണ് മണ്ണിൽ കരുതി വെക്കാൻ കഴിയുക. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ പരമാവധി മഴയെ നമ്മൾ സംഭരിക്കണം. ഓരോ തുള്ളി വെള്ളവും പരമാവധി ഇടങ്ങളിൽ, അതാത് ഇടങ്ങളിൽ വീടുന്നിടത്ത് താഴട്ടെ മഴ എന്ന സങ്കല്പത്തിൽ പരമാവധി വെള്ളത്തെ നമ്മൾ സംരക്ഷിക്കണം. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ പറഞ്ഞു കേട്ട വലിയൊരു സ്ലോഗനാണ് ഓടുന്ന വെള്ളത്തെ നടത്തുക, നടക്കുന്നവയെ നിർത്തുക, നിൽക്കുന്നവയെ ഇരുത്തുക, ഇരിക്കുന്നവയെ കിടത്തുക, കിടത്തുന്നവയെ ഉറക്കുക. ഇതൊക്കെ നമ്മൾ കേട്ട് പരിചയിച്ച വാചകങ്ങളാണ്. അപ്പോൾ വളരെ ഗൗരവമായി ജലസംരക്ഷണ പ്രവർത്തനം നടക്കണം, മഴവെള്ള സംഭരണം നടക്കണം, ഭൂജല പരിപോഷണം നടക്കണം, ജലമലിനീകരണം ഒഴിവാക്കണം. യാതൊരു സാഹചര്യത്തിലും വേസ്റ്റ് വലിച്ചെറിയരുത്. ഒരു പുഴകളിലും തോടുകളിലും കുളങ്ങളിലും വലിച്ചെറിയരുത്. അത്തരത്തിൽ വളരെ ഗൗരവമായി മഴവെള്ളത്തെ സംഭരിച്ചും ജലസംരക്ഷണം നടത്തിയും ഭൂജല സമ്പത്ത് വർദ്ധിപ്പിച്ചും ജലത്തിന്റെ അളവ് നമുക്ക് കൂട്ടാവുന്നതാണ്. അതുപോലെ പ്രധാനമാണ് ജലത്തിന്റെ ശുദ്ധി നിലനിർത്തൽ. ഇന്നിപ്പോൾ വാട്ടർ അതോറിറ്റിക്കും അതുപോലെ തന്നെ ജലനിധിയുടെയൊക്കെ ഭാഗമായി നല്ലൊരു സംവിധാനമുണ്ട് ജലം പരിശോധിക്കുവാൻ. ശുദ്ധജലം ആണോ എന്ന് പരിശോധിക്കുവാൻ നിരവധി ഘടകങ്ങൾ പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ നാട്ടിലുണ്ട്. ഗ്രൗണ്ട് വാട്ടർ ബോർഡ്, ഭൂഗർഭജല വകുപ്പിനുണ്ട്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനുണ്ട്, നിരവധി സ്ഥാപനങ്ങൾക്കുണ്ട് ജലം പരിശോധിക്കാനുള്ള സംവിധാനം. CWRDMനുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങൾക്കുണ്ട് ജലം പരിശോധിക്കാനുള്ള സംവിധാനം. അപ്പൊ ആ ജലത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ നമുക്ക് കഴിയണം. അതിനനുസരിച്ചുള്ള എന്താണ് ചെയ്യേണ്ടതെന്നുള്ള അതിനനുസരിച്ചുള്ള അനുബന്ധ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കഴിയണം. ഇപ്പൊ നെല്ലിപ്പലകയൊക്കെ ഇട്ട് കിണറിലെ വെള്ളം ശുദ്ധീകരിച്ചിരുന്നു, ഉപ്പും ചാമ്പലും ഇട്ട് ശുദ്ധീകരിച്ചിരുന്നു. നിരവധി തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ. കിണറിന്റെ അടുത്ത് രാമച്ചം നട്ടുകൊണ്ട്, കുളത്തിന്റെ അടുത്ത് രാമച്ചം നട്ടുകൊണ്ട് വെള്ളത്തെ ശുദ്ധീകരിച്ചിരുന്നു. ഒരുപാട് പഴയ പരമ്പരാഗത മാർഗങ്ങളുണ്ട്, ആധുനിക സാങ്കേതിക വിദ്യകളുണ്ട്. അവയെല്ലാം കൂട്ടിയോജിപ്പിച്ച് വെള്ളത്തിന്റെ അളവ് കൂട്ടാൻ നമ്മൾ ശ്രമിക്കണം. ജലമലിനീകരണം ഒഴിവാക്കണം. അതുപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെ അച്ചടക്കത്തോടുള്ള ജലവിനിയോഗം നമ്മൾ ഈ കാലഘട്ടത്തിൽ കൊണ്ടുപോകേണ്ടതുണ്ട്. മഴക്കാലത്ത് നമുക്ക് അതനുസരിച്ച് ബാത്ടബിലെ കുളിയും അതുപോലെ തന്നെ ധാരാളമായി ജലം ഉപയോഗിക്കുന്നതും ഒക്കെ നമുക്ക് മഴക്കാലത്ത് ചെയ്യാം. പക്ഷെ വേനൽക്കാലം വറുതിയുടെ കാലമാണ്. ഓരോ തുള്ളി വെള്ളവും സംരക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. പെയ്ത് വീഴുന്ന മഴവെള്ളത്തെ പരമാവധി അതാതിടങ്ങളിൽ താഴ്ത്തുവാൻ കഴിയണം. വീഴുന്നിടത്ത് താഴട്ടെ മഴ എന്നതാണ് മഴവെള്ള സംഭരണത്തിലേക്ക് അടിസ്ഥാന തത്വം. അപ്പൊ ആ നിലയിൽ നമ്മുടെ സമ്പത്തിനെ, ജലസമ്പത്തിനെ, ജലസ്രോതസ്സുകളെ
പരമാവധി നിലനിർത്തി സംരക്ഷിച്ച് ജലത്തിന്റെ അളവ് കൂട്ടുവാനും ജലത്തിന്റെ ഗുണനിലവാരം നിലനിർത്തുവാനും ജലമലിനീകരണം ഒഴിവാക്കുവാനും എല്ലാ ഭാഗത്തും ശ്രമം ഉണ്ടാകണം. തൊഴിലുറപ്പുകാർക്ക് ഇതിനകത്ത് വലിയ സംഭാവന ചെയ്യാൻ കഴിയും. കിണർ നിറ വലിയൊരു പ്രോജക്റ്റായിട്ട് തന്നെ അവരുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബശ്രീ, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, NCC, NSS, ഭൂമിത്ര സേന തുടങ്ങിയ നിരവധി സംഘടനകളുണ്ട് നമ്മുടെ നാട്ടിൽ. സന്നദ്ധ സംഘടനകളുണ്ട്. നല്ല പാഠം, അതുപോലെ തന്നെ സീഡ് പ്രോഗ്രാം, അക്ഷരമുറ്റം എന്നൊക്കെ പറഞ്ഞ് ധാരാളം പരിപാടികളുണ്ട്. ഇതിലെല്ലാം പരിസ്ഥിതി സംരക്ഷണവും ജലസംരക്ഷണവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അതുപോലെ റെസിഡൻസ് അസോസിയേഷനുകൾ, നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകൾ, ലൈബ്രറികൾ എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട്. അപ്പോൾ ഒരു ജല സാക്ഷര സമൂഹം ഉണ്ടാക്കുന്നതിൽ, ഒരു ജല സംരക്ഷിത സമൂഹം ഉണ്ടാക്കുന്നതിൽ വലിയ പങ്കാണ് ഈ സംവിധാനങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുക. അപ്പോൾ അതിൻ്റെ ഒരു കൂട്ടായ്മയിൽ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളുടെ കൂടി അല്ലെങ്കിൽ തദ്ദേശീയ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയും. നമ്മുടെ നാട്ടിലെ ഓരോ ജലസ്രോതസ്സും വളരെ ഗൗരവമായി സംരക്ഷിക്കുന്ന ജലജാഗ്രതാ സമിതികൾ ഉണ്ടാകണം. ജലസൗഹൃദമായിരിക്കണം നമ്മുടെ ഗ്രാമങ്ങൾ. ജലസൗഹൃദമായ വീടുകൾ നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയണം. ജലസൗഹൃദമായ നാട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. അപ്പോൾ ആ തരത്തിൽ ജലസംരക്ഷണം നമുക്ക് ഒരു സംസ്കാരമാക്കി എടുക്കുവാൻ നമുക്ക് കഴിയണം. വേനലിന്റെ വറുതി വരുമ്പോഴാണ് നമ്മൾ തീർച്ചയായിട്ടും വെള്ളത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. അതുപോരാ, മഴക്കാലത്തും വേനൽക്കാലത്തും പരമാവധി ജലത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ഏത് ചെറുമഴയിലും കിട്ടുന്ന മഴവെള്ളത്തെ പരമാവധി സംഭരിക്കുവാനും ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുവാനും നിലനിർത്തുവാനും ഒക്കെ ശ്രമിക്കുന്നതിലൂടെ പുതിയൊരു ജലസാക്ഷരത, ഒരു ജലവിനിയോഗ രീതി, ഒരു ജലസംസ്കാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഭാഗവാക്കാക്കി വേണം. അവരവരുടെ കടമ, അവരവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ എല്ലാവരും ജലസാക്ഷരരാകേണ്ടതുണ്ട്. ജലത്തിന്റെ വിനിയോഗത്തിൽ, ജലത്തിന്റെ സംഭരണത്തിൽ, സംരക്ഷണത്തിൽ എല്ലാ ഭാഗത്തും പുതിയൊരു കാഴ്ചപ്പാട് കൊണ്ടുവരാനാണ് നാം എല്ലാവരും പരിശ്രമിക്കേണ്ടത്.